പ്രമുഖ സോഷ്യൽ മീഡിയ താരമായ ദിയ കൃഷ്ണയുടെ ഓൺലൈൻ ആഭരണ വിൽപ്പന സംരംഭവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അടുത്തിടെ ഉയർന്നു വന്നിരുന്നു. ഓബൈ ഓസി എന്ന ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും ആഭരണം വാങ്ങിയ തങ്ങൾക്ക് കേടുപാട് സംഭവിച്ച ആഭരണങ്ങൾ കിട്ടിയെന്നതായിരുന്നു ഒരു പരാതി. വീഡിയോ അടക്കം പരാതിക്കാരെ പുറത്തുവിട്ടെങ്കിലും അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ദിയ കൃഷ്ണ രംഗത്ത് വന്നിരുന്നു. ചിലർ പരാതിയോർത്തെങ്കിലും ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ആഭരണം വാങ്ങിയപ്പോൾ തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചുകൊണ്ട് മറ്റു ചില യൂട്യൂബേഴ്സും രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിൽ തന്റെ വ്യക്തിപരമായ അനുഭവം പങ്കുവച്ചിരിക്കുകയായിരുന്നു റെനി എന്ന വ്ളോഗർ. ഓബൈ ഓയിസിൽ നിന്നും ഒരു നെക്ക് പീസ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. മികച്ച റേറ്റിംഗുള്ള ഒരു ആഭരണമായിരുന്നു അത്. ഫെബ്രുവരി ലാസ്റ്റിലാണ് ഓർഡർ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ കിട്ടി. ഒരുപാട് വെബ്സൈറ്റിൽ ഈ സെയിം സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി വില കുറഞ്ഞ് കണ്ടത് ഓബൈ ഓസിയിലാണ്. അതോടൊപ്പം തന്നെ ദിയ കൃഷ്ണ എന്ന സെലിബ്രിറ്റിയിലുള്ള വിശ്വാസം കൊണ്ടുമാണ് ഞാൻ അവരിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സാധനം കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതായിരുന്നു. പൊട്ടിപ്പോയതിനാൽ ഇപ്പോൾ അത് കാണിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യേണ്ടി വരുമെന്ന് കരുതാത്തതിന് അത് എടുത്തു വെച്ചതുമില്ല. ഇപ്പോഴാണല്ലോ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു പരിപാടിക്ക് പോലും അത് ഇടാൻ പറ്റില്ലെന്നും വിഷമമുണ്ട്. പൊട്ടിപ്പോയത് ആ സാധനത്തിൻ്റെ ക്വാളിറ്റി പ്രശ്നം കൊണ്ടൊന്നുമല്ല. എൻ്റെ പുത്രൻ്റെ കലാവിരുതിലാണ് ആ മാല പൊട്ടിപ്പോയതെന്നും ബ്ലോഗർ പറയുന്നു. ഒരിക്കലും ഞാൻ ഓബൈ ഓസി എന്ന സ്ഥാപനത്തെ കുറ്റം പറയില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അവർ തന്നത്. അതുപോലത്തെ മറ്റൊന്നു കൂടി അവരിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യണമെന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ കുറേ ജീവനക്കാരായിരിക്കുമല്ലോ ജോലി ചെയ്യുന്നത്. പിന്നെ പാർസൽ സർവീസും. അവിടെ നിന്നെല്ലാം മിസ്റ്റേക്കുകൾ സംഭവിക്കാം. പാർസൽ സർവീസ് സമയത്ത് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ പോലും കൃത്യമായ രീതിയിൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് അയച്ചാൽ റിട്ടേൺ ചെയ്ത് നല്ല പ്രൊഡക്റ്റ് തരുമെന്നും അവരുടെ പേജിലും വെബ്സൈറ്റിലുമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ നല്ല ആഭരണം തന്നെയാണ് തന്നത്. അതുകൊണ്ടൊക്കെ തന്നെ മറ്റ് പേജുകളെ അപേക്ഷിച്ച് വിശ്വാസത്തോടെ വാങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളെ താഴ്ത്താൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. എന്നാൽ എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് മുന്നോട്ട് വരുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഒരു പണിയും ഇല്ലാതെ ചൊറിയും കുത്തി ഇരിക്കുന്നവർക്കാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ അപമാനിക്കാൻ തോന്നുന്നത്. ചിലരൊക്കെ ഓബൈ ഓസിയിൽ പൈസ കൂടുതലാണെന്ന് പറയാറുണ്ട്. അത് അത്തരം ആഭരണങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് അഫോർഡബിൾ പ്രൈസ് ആയിരുന്നുവെന്നും റെനി കൂട്ടിച്ചേർത്തു. റെനിയുടെ വീഡിയോ ഓബൈ ഓസി എന്ന തൻ്റെ പേജിൽ ദിയ കൃഷ്ണ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്.